ബീജിംഗിലെ ടിയാൻമെൻ സ്ക്വയറിൽ രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ചൈന സംഘടിപ്പിച്ച വിക്ടറി ഡേ പരേഡ് തങ്ങളൊരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും ആർക്കും തങ്ങളെ തടയാൻ കഴിയില്ലെന്നുമുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ശക്തമായ പ്രഖ്യാപനം കൂടെയായിരുന്നു. ചൈന എപ്പോഴും മുന്നോട്ട് കുതിക്കുമെന്നും യുദ്ധത്തിന്റെ വേരുകൾ ഇല്ലാതാക്കി ശാന്തിയുടെ പാതയിൽ നടക്കുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഊന്നി പറയുകയും ചെയ്തു. യുദ്ധത്തിന്റെ ഇരകളെ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങിയ ഈ പ്രസംഗം മനുഷ്യരാശിയെ ശാന്തിയും യുദ്ധവും തമ്മിലുള്ള തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതുമായിരുന്നു. ചൈനയുടെ സമാധാനപരമായ വികസനത്തിന്റെ പ്രതിബദ്ധതയും ഹെജ്മണി അന്വേഷിക്കാത്ത നിലപാടും ഷീ ജിൻപിങ് വ്യക്തമാക്കി. ഈ പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയയുടെ നേതാവ് കിം ജോങ് ഉന്നും അടക്കം 26-ലധികം വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുത്തു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ നേതാക്കളും ഈ ചടങ്ങിന്റെ ഭാഗമായിരുന്നു. 2015-ലെ ആദ്യ വിക്ടറി ഡേ പരേഡിന് ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ സൈനിക പ്രദർശനമായിരുന്നു ഇത്. ചൈനയുടെ ആയുധ ശക്തി വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഈ പരേഡ് സംഘടിപ്പിച്ചത്. അത്യാധുനിക ആണവ മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു. ഡോങ്ഫെങ് 16 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ഡോങ്ഫെങ് 61 മിസൈലുകൾ, ഹൈപ്പർസോണിക് ആൻറ്റി ഷിപ്പ് മിസൈലുകൾ, എൻഹാൻസ്ഡ് ആൻറ്റി ഡ്രോൺ ടാങ്കുകൾ, അത്യാധുനിക ഡ്രോണുകൾ, ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ, ന്യൂക്ലിയർ കേപ്പബിൾ ഇന്റർകോണ്ടിനെന്റ് ബാലിസ്റ്റിക് മിസൈലുകൾ, നെക്സ്റ്റ് ജനറേഷൻ ടാങ്കുകൾ, ലാൻഡ്, സീ, എയർ ബേസ്ഡ് സ്ട്രാറ്റജിക് ആയുധങ്ങൾ എന്നിവയെല്ലാം ഈ പ്രദർശനത്തിലൂടെ നിറഞ്ഞു നിന്നു. സമീപകാലത്തെ ഏറ്റവും വലിയ സൈനിക പരേഡായിരുന്നു ഇത്. 10,000-ലധികം സൈനികർ പങ്കെടുത്തു. കൂടാതെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഫ്ലൈ പാസ്റ്റും ജനലക്ഷങ്ങളും കൊണ്ട് പരേഡ് തിങ്ങി നിറഞ്ഞു. രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയം ആഘോഷിക്കാനാണ് ഈ പരേഡ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനീസ് അധിനിവേശത്തിനെതിരെ ചൈനീസ് ജനത നടത്തിയ പ്രതിരോധ യുദ്ധത്തിന്റെ വിജയം ആഘോഷിക്കുക. ഇതേസമയം വിദേശ അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ചൈനയെ സഹായിച്ച US-നെ ചൈനീസ് പ്രസിഡന്റ് പരാമർശിക്കുമോ എന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. യുദ്ധത്തിൽ നിരവധി അമേരിക്കക്കാർ മരിച്ചു. അവരുടെ ത്യാഗം ഓർമ്മിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും അമേരിക്കയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും ട്രംപ് ഇതേ ട്രൂത്ത് സോഷ്യലിൽ ആരോപിക്കുന്നു. പ്രസിഡന്റ് ഷീയും ചൈനയിലെ അതിശയകരമായ ജനങ്ങളും ഒരു മഹത്തായ ആഘോഷദിനം ആസ്വദിക്കട്ടെ. റഷ്യൻ പ്രസിഡന്റ് പുടിനും കിം ജോങ് ഉന്നും എൻ്റെ ഊഷ്മളമായ ആശംസകൾ നൽകുക എന്നായിരുന്നു ട്രംപിന്റെ സന്ദേശം. എന്തു തന്നെയായാലും ചൈനീസ് പ്രസിഡന്റിന്റെ വാക്കുകൾ US-ന് പരോക്ഷമായ മുന്നറിയിപ്പാണ്. US ഉയർന്ന തീരുവകൾ ചുമത്തിയതിനെ തുടർന്ന് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമാണ് കാണുന്നത്. പറഞ്ഞു വെക്കുമ്പോൾ ഈ പരേഡ് ചൈനയുടെ സൈനികവും നയതന്ത്രപരവുമായ ശക്തിയുടെ പ്രകടനം കൂടിയായിരുന്നു. US-ചൈന വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇവന്റ് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.